പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ദേഷ്യമോ വിഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മക്കളോട് ഭയങ്കര ഹാഷായിട്ട് പ്രകടിപ്പിക്കും അവർ. അവരുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണമായി കുട്ടികൾ മാറുന്നത്. പക്ഷേ അങ്ങനെ തീർക്കുമ്പോൾ അവരുടെ ദേഷ്യം കുറയും എന്നല്ലാതെ അതിന് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാവുന്നില്ല. കാരണം ഒന്നും ചെയ്യാത്ത, ഒന്നും അറിയാത്ത ആ കുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും ദേഷ്യത്തിനിരയാകുമ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര ആഴത്തിലുള്ള ഒരു മുറിവാണ് ഉണ്ടാവുന്നത് അല്ലേ? ചിലരെങ്കിലും അറിയാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ. നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളെ മാനസികമായും ശാരീരികമായും എന്തെങ്കിലും ആഘാതം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭാവി, ആ കുട്ടികളുടെ ഭാവി, അത് നേരായ ദിശയിൽ നിന്നും എതിർ ദിശയിലോട്ടായിരിക്കും ചിലപ്പോൾ സഞ്ചരിക്കുക. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് നമുക്ക് മുൻപിൽ തന്നെ കേട്ടോ. നിങ്ങൾ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ഒത്തിരി ന്യൂസസ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആ പുതിയ തലമുറ എല്ലാത്തിനോടും അനാവശ്യമായി ദേഷ്യപ്പെടുകയും ആരെയും വകവയ്ക്കാതെ ജീവിക്കുകയും ഒക്കെ ചെയ്യും. അതിനവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിനെല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ്. വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്തതിനുള്ള പരിണിത ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു തലമുറ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ടി വി അറിയാത്ത ഒരു തലമുറ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെയും ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതുവരെ? അതൊരു അവശ്യ സാധനമാണെന്ന് അവർക്ക് തോന്നുന്നത് വരെ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവർക്കും അനാവശ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് പുതിയ തലമുറയുടെ കാര്യം. ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കാൻ ശ്രമിച്ചാൽ, അവനും ഒരു വ്യക്തിത്വമുണ്ടെന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ തീരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ എത്ര വലിയ പ്രശ്നങ്ങളും. ജനറേഷൻ ഗ്യാപ്പെന്നും മറ്റും പറഞ്ഞ് നമ്മൾ പുച്ഛിച്ചു കളയുന്ന എല്ലാ കാരണങ്ങളും അവനൊരു വ്യക്തിയാണെന്ന് ചിന്തിച്ച്, അവനൊരു വ്യക്തിത്വം ഉണ്ടെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ.